ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഫ്രൂട്ട് നമ്മുടെ വീട്ടിലെ പീനട്ട് ബട്ടർ ഫ്രൂട്ടാണേ. ഇതും ഇപ്പോൾ ഒരുമാതിരി എല്ലാ വീടുകളിലും കാണപ്പെടുന്നുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ വീട്ടിലൊരു 4 മൂടോളം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇത് പഴുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ. പച്ചയ്ക്ക് തിന്നുമ്പോൾ കറമുറാന്നിരിക്കുമെങ്കിൽ പോലും പീനട്ട് എന്നാണ് പേരെങ്കിൽ പോലും കപ്പലണ്ടിയുടെ ഒരു ചെറിയ ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. പഴുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു മധുരമൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ പീനട്ട് ബട്ടർ ഫ്രൂട്ടിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു പാഷൻ ഫ്രൂട്ടും കൂടെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പാഷൻ ഫ്രൂട്ട് 2 തരം ഉണ്ടല്ലോ, യെല്ലോയും ഉണ്ട്, പിന്നെ നല്ല ഇങ്ങനൊരു കളറും ഉണ്ട്. നമ്മുടെ വീട്ടിൽ രണ്ടും ഉണ്ട്. ഇപ്പോൾ ഇതാണ് കായ്ച്ചേക്കുന്നത് കേട്ടോ, നിറച്ച് പിടിച്ചിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ജ്യൂസ് അടിച്ച് കുടിക്കാനും അല്ലാതെ പണ്ടൊക്കെയുള്ള ആൾക്കാർ ഇതിന് മണ്ട ഒന്ന് മുറിച്ചിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ഇളക്കി അങ്ങനെ കോരി കുടിക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും ജ്യൂസൊക്കെ അടിച്ചാണ് കുടിക്കുന്നത്. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. 2-3-4 കാന്താരിയൊക്കെ ഇട്ട് നമുക്കിത് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.